അപ്പോഴേ പറഞ്ഞില്ലേ കുത്തല്ലേ കുത്തല്ലേന്ന്. ഇപ്പൊ അങ്ങനെയുണ്ട്, UDF കുത്തല്ലേ കുത്തല്ലേന്ന്. ഇപ്പൊതാ UDF അധികാരത്തിലെത്തി ഒരു മാസം തികയുമ്പോൾ, തികയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ? നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള വിവാദങ്ങളും ന്യായീകരണങ്ങളും നുണകളും, ഒപ്പം ഈ സർക്കാരിനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്ന ഭിന്ന സ്വരങ്ങളും ഒക്കെ ആണ് നമ്മൾ ഈ വാർത്തയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായും വാർത്ത കാണുക. പ്രതിപക്ഷത്തിലിരുന്നപ്പോൾ പറഞ്ഞതിന് നേർ വിപരീതമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന UDF കോൺഗ്രസിനെയും VD സതീശനെയുമാണ് അധികാരത്തിലെത്തിയപ്പോൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ, തെളിയിക്കാന്നേ. വാക്കാണ് പ്രധാനമെന്ന് പറഞ്ഞിരുന്ന പഴയ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിയുടെ കുപ്പായത്തിൽ കാണാനാകുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. അതെന്തുകൊണ്ടെന്ന് കൂടി പറയാം. സത്യപ്രതിജ്ഞ മുതൽ തുടങ്ങി വിവാദങ്ങളും നിലപാടുകളിലെ മലക്കം മറിച്ചിലുകളും UDF അധികാരത്തിലെത്തി ഇപ്പോഴാ 2 ആഴ്ച പിന്നിടുമ്പോൾ ഇതുവരെ സംഭവിച്ച വിവാദങ്ങൾ പരിശോധിക്കാതെ പോകാൻ കഴിയില്ല. ആദ്യത്തേത് സത്യപ്രതിജ്ഞയിലെ വന്ദേ മാതരം വിവാദമായിരുന്നു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിലെ വർഗീയ പരാമർശങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും ആലപിച്ചതാണ് ആദ്യ വിവാദത്തിന് കാരണമായത്. അന്നത് വലിയ വിവാദമായപ്പോൾ മുഖ്യമന്ത്രി നമ്മുടെ VD സതീശൻ പറഞ്ഞത് ഇത് മുഴുവനായത് ആലപിക്കുന്നത് താൻ അറിഞ്ഞില്ല എന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്, അല്ലെ? ശേഷം പിന്നെയും വന്നു പല വിവാദങ്ങൾ. അതെന്തായിരുന്നു? ഒരു സമുദായ നേതാവിന്റെയും തിണ്ണ നിറങ്ങാൻ പോകില്ല എന്നായിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ VD സതീശൻ മുഴക്കിയിരുന്ന വീരവാദം. നിലപാടിന്റെ രാസകുമാരനായിരുന്നല്ലോ ആ സമയത്ത്. എന്നാൽ മന്ത്രിസ്ഥാനത്തിലും ആഗ്രഹിച്ച വകുപ്പ് കിട്ടാത്തതിലും പ്രതിഷേധമുയർത്തിയ ലത്തീൻ സഭയുടെ ആസ്ഥാനത്തെത്തി തിണ്ണനിറങ്ങിയ മുഖ്യമന്ത്രി VD സതീശനെ നമ്മളൊക്കെ കണ്ടുവല്ലേ? നിലപാടിന്റെ രാസകുമാരനാണ് അത്രേ. പിന്നെ എന്താണ് കണ്ടത്? സംഘപരിവാറിന്റെ അപ്പോസ്തലനായി സംസ്ഥാനത്തെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിയമോപദേഷ്ടാവായി പ്രവർത്തിച്ച അഡ്വക്കേറ്റ് ജാജു ബാബുവിനെ അഡ്വക്കേറ്റ് ജനറലായിട്ട് അങ്ങ് നിയമിക്കുകയാണ്. ഈ വിഷയത്തിലും നമ്മുടെ VD സതീശന് പ്രതികരണമില്ല. എപ്പടി ഇருக்கு സംഘപരിവാർ പ്രേമലു? പിന്നീട് എന്താ നമ്മൾ കേട്ടത്? അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കുമെന്നായിരുന്നു VD സതീശൻ മുമ്പ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഈ വിഷയം വീണ്ടും വഷളാകുന്ന സമീപനമാണ് UDF സർക്കാരിന്റെ കാലത്തും ഈ ഭരണത്തിലും നമ്മൾ കാണുന്നത്. 10 മിനിറ്റ് കൊണ്ട് എന്നിട്ട് ശരിയായോ? ഒന്നും ശരിയായില്ല. അടുത്തത് എന്താണ്? സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിക്കെതിരായ ചെറു വിമർശനങ്ങളോട് പോലും സതീശൻ സഹിഷ്ണുത കാണിക്കുന്നില്ല എന്നുള്ളതാണ്. വിമർശിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നു, മറ്റുള്ളവർക്കെതിരെ കൂട്ടമായി കേസെടുക്കുന്നു. വിമർശന ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഫാസിസ്റ്റ് സമീപനമാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് എതിരെ ആരെങ്കിലും പോസ്റ്റ് ഇട്ടാൽ, ഇപ്പൊ നമ്മൾ അവിടെ കണ്ടതാണ് ആറ്റിങ്ങലിലെ ഒരു പ്രിൻസിപ്പൾ വിരമിക്കാൻ 2 ദിവസം മാത്രമുള്ളപ്പോഴാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാണ്. അദ്ദേഹം പോലും ഇട്ട പോസ്റ്റ് അല്ല, അദ്ദേഹം മറ്റേ പോസ്റ്റർ ഷെയർ ചെയ്തതാണ്. അവസാനം പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു, പ്രതിഷേധ ശബ്ദങ്ങൾ ഉയരുന്നു. അവസാനം ഗത്യന്തരമില്ലാതായപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ സർവീസിലേക്ക് ആ പ്രിൻസിപ്പലിനെ എടുക്കേണ്ട അവസ്ഥ വന്നു. പിന്നീടും ഒരുപാട് പേർക്കെതിരെയൊക്കെ കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സത്യം വിളിച്ചു പറയുന്ന, സത്യം പറയുന്ന ആളുകൾക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. പക്ക ഫാസിസ്റ്റ് ഒരു മുഖമാണ് ഇപ്പോൾ VD സതീശനുള്ളത് എന്നുള്ളതാണ്. ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ നിറഞ്ഞൊരു തികഞ്ഞൊരു ഏകാധിപതിയായി നമ്മുടെ മുഖ്യമന്ത്രി മാറുന്നുണ്ടോ എന്ന് പോലും സംശയം തോന്നിപ്പോവുകയാണ്. പിന്നെ എന്താണ് നമ്മൾ കണ്ടത്? മാധ്യമങ്ങളോട് പറയുകയാണ്, എല്ലാം നിങ്ങളോടായിരിക്കും ആദ്യം പറയുക എന്നായിരുന്നു മുഖ്യമന്ത്രി ആയ ശേഷം ഈ മാധ്യമങ്ങളെ സുഖിപ്പിച്ചുകൊണ്ട് VD സതീശൻ നടത്തിയ ആദ്യ പ്രതികരണം. ദിവസങ്ങൾ കഴിഞ്ഞതോടെ പക്ഷേ മൂപ്പര് മൗനി ബാബയായി മാറി. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗേറ്റ് കൊട്ടിയടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. കന്റോൺമെന്റ് ഹൗസിൽ പോലും പ്രവേശനം നിഷേധിച്ച VD സതീശൻ നമ്മൾ കണ്ടു, അല്ലെ? പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെ ED റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണം തേടി 13-14 തവണയാണ് നമ്മുടെ VD സതീശൻ നടത്തിയെന്നത്. പക്ഷേ VD സതീശൻ ഒരക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മാധ്യമങ്ങളെ ആക്ഷേപിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു. വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന നിലപാടുകളൊക്കെ സ്വീകരിച്ച് മാധ്യമങ്ങളെ വലിയ രീതിയിൽ തന്നെ ഒരു വേട്ടയാടുന്ന സമീപനമാണ് നമ്മുടെ VD സതീശൻ സ്വീകരിച്ചത്. പിന്നെ എന്താണ് പിന്നീട് നമ്മൾ ഈ 2 ആഴ്ച കാലത്തിനുള്ളിൽ കണ്ടത്? 10 വർഷത്തിന് ശേഷം ബക്രീദിന് ക്ഷേമ പെൻഷൻ മുഴുവനായി വിതരണം ചെയ്യാൻ പുതുതായി എത്തിയ UDF സർക്കാരിന് സാധിച്ചില്ല എന്നതും ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. 2 മാസത്തേക്ക് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനുള്ള പണം നീക്കിവെച്ചിട്ടാണ് LDF സർക്കാർ പടിയിറങ്ങിയത്. എന്നിട്ടും UDF സർക്കാരിന്റെ അനാസ്ഥ കാരണം പെൻഷൻ മുടങ്ങുകയായിരുന്നു. എന്നിട്ട് ഈ ഇടക്കാലത്ത് ഇപ്പോൾ മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പെൻഷൻ കൊടുക്കുകയാണ്. ആലോചിച്ച് നോക്കണം.
ചട്ടവിരുദ്ധമായിട്ടാണ് നടക്കുന്നത്. ഇപ്പൊ ഈ വിഷയം സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് KM ഷാജി എന്ന് പറയുന്നുണ്ട്, ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന ജീവനക്കാരനെ ഞങ്ങൾ എന്തായാലും ആ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്ന് പ്രതിപക്ഷത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്ന സർക്കാരിനെ കാണാൻ നമ്മൾ സാധിച്ചു. അപ്പൊ എല്ലാ വിഷയത്തിലും പ്രതിപക്ഷത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരുന്ന നിലപാടില്ലാത്ത ഒരു സർക്കാരിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടം വന്നു പോകുന്നുണ്ട്. പിന്നെ എറണാകുളം കിഴക്കമ്പലം മലയിടന്തുരുത്ത് ഉന്നതിയിൽ, അതായത് മുഖ്യമന്ത്രിയുടെ തന്നെ ജില്ലയിൽ, അവിടെ പട്ടികജാതി ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കലിനെതിരായിട്ടുള്ള പ്രതിഷേധത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലെ. ഈ വിഷയം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ ചെന്നിത്തലയും കള്ളം പറഞ്ഞു, നമ്മുടെ VD സതീശനും കള്ളം പറഞ്ഞു. സമരക്കാരുമായി ചർച്ച നടത്തിയെന്നും പുനരധിവാസം ഉറപ്പാക്കുമെന്നും ഒക്കെയാണ് VD സതീശൻ അന്ന് പ്രതിപക്ഷത്തോട് പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രി ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല എന്നായിരുന്നു സമരക്കാരുടെ പ്രതികരണം. ഇപ്പൊ എന്ത് വലിയ പെരുനുണയാണല്ലേ നമ്മുടെ മുഖ്യമന്ത്രി അപ്പോൾ സഭയിൽ പറഞ്ഞത്. ചെന്നിത്തല പറയാണ് പോലീസ് അതിക്രമം ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതിക്രമം നടക്കുന്നതിന്റെ വീഡിയോകൾ പുറത്തു വന്നില്ലേ? ഇന്നും പോലീസ് ചവിട്ടിയ ബോട്ടിന്റെ പാട് ആ പാവങ്ങളുടെ നെഞ്ചിൽ നിന്നും ദേഹത്തൊന്നും മാഞ്ഞിട്ടില്ല. എന്നിട്ട് ഇങ്ങനെയൊക്കെ നുണ പറയാതെ എങ്ങനെയാണ് കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പൊ നുണ പറയുന്ന ഒരു മന്ത്രിസഭയെ, ഒരു സർക്കാരിനെ നമ്മൾ സഭയിൽ കണ്ടു അല്ലെ. പിന്നെ പൂക്കി മുഖ്യമന്ത്രി ജെൻസി കുട്ടികളെയും പൂക്കി പിള്ളേരെയൊക്കെ പോക്കറിടാൻ വേണ്ടി ഒരു നുണ പറഞ്ഞിരുന്നു. എന്താണ്? അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്നും വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സതീശൻ ഒരു കയ്യടിയൊക്കെ വാങ്ങിയിരുന്നു. പാവം പൂക്കി പിള്ളേരും ജെൻസി പിള്ളേരൊക്കെ ആ പോക്കറ്റ് വീഴുകയും ചെയ്തു. എന്നാൽ ഭരണത്തിലെത്തിയപ്പോൾ നമ്പർ പ്ലേറ്റ് ശരിയല്ല എന്ന് പറഞ്ഞ് 10,000 രൂപ ഫൈൻ അടപ്പിക്കുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കണ്ടു അല്ലെ. വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ കേന്ദ്ര നിയമപ്രകാരമാണെന്നും അത് അനുവദനീയമല്ലെന്ന കാര്യം മറച്ചുവെച്ചാണ് VD സതീശൻ എന്ന് പറയുന്ന ആ പ്രതിപക്ഷ നേതാവ് അന്ന് ആ ഡയലോഗ് അടിച്ചതെന്നും മുഖ്യമന്ത്രിയായിട്ട് ശേഷം ഇന്നും അദ്ദേഹം ഈ ന്യായീകരണങ്ങൾ ഇറക്കുന്നതെന്നും ഒക്കെ ഞാൻ പണ്ടേ പറഞ്ഞിരുന്നതാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? കേന്ദ്ര മോട്ടോർ വാഹന നിയമവും സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒന്നും ഇക്കാര്യത്തിൽ ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങൾക്കൊപ്പമല്ല എന്നുള്ളതാണ് നമുക്ക് പല മുൻകാല സംഭവങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. റോഡ് സുരക്ഷയും പരിസ്ഥിതിയും പരിഗണിക്കാതെയുള്ള ഒരിളവും നിയമം അനുവദിക്കുന്നില്ലെന്ന് സുപ്രീം കോടതി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സമയത്താണ് ഈ പൂക്കി മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നുണ അടിച്ചുവിട്ടത്. വാഹന നിർമ്മാതാക്കൾ അനുവദിക്കുന്നതിനപ്പുറമുള്ള ഒരു രൂപമാറ്റവും അനുവദിക്കാനാകില്ലെന്നാണ് 1988 മോട്ടോർ വാഹന നിയമം നോക്കുമ്പോൾ അതിലെ 52ാമത്തെ വകുപ്പിൽ പറയുന്നത്. കേരള മോട്ടോർ വാഹന ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വാഹനങ്ങളുടെ രൂപമാറ്റത്തിന് അനുമതി നൽകിയ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് തള്ളി 2019 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഇക്കാര്യത്തിൽ നിർണായകമാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. മൂന്നാറിൽ ടൂറിസ്റ്റ് ബസ്സുകൾക്കായി KSRTC നിരത്തിലിറക്കിയ ഡബിൾ ഡെക്കർ ബസ്സിൽ ഒരു ഹെഡ്ലൈറ്റ് അധികമായി വെച്ചത് നീക്കം ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ട കാര്യം നിങ്ങൾ ആരും മറന്നു കാണില്ല. ഇതൊക്കെ മറികടന്ന് എങ്ങനെ മോഡിഫിക്കേഷൻ സാധ്യമാകും എന്നാണ് നിയമവിദഗ്ധർ പോലും ചോദിക്കുന്നത്. അപകടമുണ്ടായാൽ ഇൻഷുറൻസ് ക്ലെയിം നിഷേധിക്കാനും മോഡിഫിക്കേഷൻ കാരണമാകാമെന്ന് ഹൈക്കോടതി അഭിഭാഷകർ പോലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടില്ലേ. പൂക്കി മുക്കിന് ഇതൊക്കെ അറിയില്ലാഞ്ഞിട്ടാണോ? എന്നിട്ടും പൂക്കി മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയാം. ഇന്ന് മനോരമ ഇതേ പറയുകയാണ്, അതേ പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന് പറഞ്ഞിട്ട് മോഡിഫിക്കേഷൻ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു സാധനം ഇട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതായത് വണ്ടികളിൽ ഇനി മറ്റേ സ്പീക്കറൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ സ്പീക്കർ യൂസ് ചെയ്യാൻ ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഇനി കളർ ലൈറ്റുകൾ ഉപയോഗിക്കാം, സ്റ്റിക്കർ ഒട്ടിക്കാം, സീറ്റ് കവർ ഉപയോഗിക്കാം, ഫ്ലോർ മാറ്റ് ഉപയോഗിക്കാം, സ്റ്റിയറിംഗ് കവർ ഉപയോഗിക്കാം, റിവേഴ്സ് ക്യാമറ ഉപയോഗിക്കാം, മഡ് ഫ്ലാപ്പ് ഉപയോഗിക്കാം, ഡാഷ് ക്യാമറ ഉപയോഗിക്കാം, പാർക്കിംഗ് സെൻസർ ഉപയോഗിക്കാം, റിവേഴ്സ് ക്യാമറ ഉപയോഗിക്കാം, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉപയോഗിക്കാം, ടയർ പ്രഷർ മോണിറ്റർ ഇനി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ 50% കാശ് മറക്കുന്ന സൺഫിലിം ഉപയോഗിക്കാം. അതുപോലെ തന്നെ ക്യാഷ് അടച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ കളർ മാറ്റാം. അതുപോലെ തന്നെ മുൻകൂട്ടി അനുമതി എടുത്തിട്ടുണ്ടെങ്കിൽ CNG മാറാം. ഇതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ നേരത്തെയൊക്കെ ചെയ്യാവുന്നത്. ഇതിൽ പുതുതായിട്ടൊന്നും തന്നെ കാണാനില്ല എന്നുള്ളതാണ്. കേന്ദ്ര നിയമം ലംഘിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ഇത് ഇവിടെ തള്ളി മുഖ്യമന്ത്രി കുറെ നുണകൾ പ്രചരിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അല്ലെ. നമ്മുടെ മനോരമ ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ സതീശൻ സർക്കാർ തെണ്ടി പോകുമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ? വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾ അടക്കം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിവിധ ഏജൻസികൾ നടത്തുന്ന പ്രോട്ടോടൈപ്പ് ടെസ്റ്റ് പാസ്സായ ശേഷമാണ് നിരത്തിലിറങ്ങുന്നത്. പിന്നീട് ഈ വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ അനുവദിക്കാനാകില്ലെന്നാണ് നിയമം. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുക? ഇനി വേറൊരു കാര്യം എന്താണ്? PM ശ്രീയെ ചൊല്ലി വലിയ കോലാഹലമാണ് UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നടത്തിയതല്ലേ. എന്നാൽ അവർ അധികാരത്തിലെത്തിയപ്പോൾ PM ശ്രീ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. എപ്പടി ഇருக்கு? ബന്ധു നിയമന വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. എന്താണ്? പേഴ്സണൽ സ്റ്റാഫിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി സ്വന്തം അളിയനെ 1.5 ലക്ഷം രൂപ ശമ്പളത്തിലാണ് നിയമിച്ചിട്ടുള്ളത്. നമ്മുടെ നികുതിപ്പണമാണെന്നേ. ഇതേക്കുറിച്ച് ഇതുവരെ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയോ സണ്ണി ജോസഫോ തയ്യാറായിട്ടില്ല. എന്താണ് അത് തയ്യാറാകാത്തത്? എന്താ ഈ അളിയ മാത്രമാണോ ഉള്ളൂ? അദ്ദേഹത്തിന് മാത്രമാണോ ഇത്തരം ഈ പേഴ്സണൽ സ്റ്റാഫ് ആകാനുള്ള ക്വാളിറ്റി ഉള്ളൂ? എത്ര നേതാക്കന്മാരുണ്ട്, എന്നിട്ടും ആക്കിയില്ല എന്നുള്ളതാണ്.
KSRTCയിലും പിൻവാതിൽ നിയമനം സംബന്ധിച്ച സൂചനകൾ വ്യക്തമാക്കുന്ന ശബ്ദരേഖയ്ക്ക് ഒരു ചാനൽ പുറത്തുവിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അല്ലെ. എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് മന്ത്രി അനിൽകുമാർ തന്റെ ഔദ്യോഗിക വാഹനം മകന്റെ വിവാഹ വണ്ടിയാക്കിയ കാഴ്ചയും നമ്മൾ കണ്ടു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയെന്നതായിരുന്നല്ലോ UDF-ഉം അവർക്ക് വേണ്ടി പ്രചാരണം നയിച്ച ജമാഅത്ത് ഇസ്ലാമി മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ UDF-ലെ മന്ത്രിമാരും ബിന്ദുകൃഷ്ണൻ അടക്കമുള്ള ആളുകളും MLA-മാരും ഒക്കെ വരിയായി വെള്ളാപ്പള്ളിയെ പോയി കണ്ട് തിണ്ണ നിരങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടില്ലേ. വെള്ളാപ്പള്ളിയുടെ മകനും NDA കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി സതീശനെ സന്ദർശിച്ച് കൂടിക്കാഴ്ച നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ. എന്ത് നിലപാടല്ലേ. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഇന്ധനവില വർധനവ് മൂലം അധികമായി ലഭിക്കുന്ന നികുതി ഉപേക്ഷിച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായപ്പോൾ അത് സൗകര്യപൂർവ്വം അങ്ങ് മറന്നിരിക്കുന്നു. അത് മാത്രമല്ല, രൂക്ഷമായ വിലകയറ്റം നിരീക്ഷിക്കുകയാണെന്നും ആഘാതശേഷം പഠനം നടത്തി നടപടിയെടുക്കാമെന്നുമുള്ള വിചിത്രവാദവും എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട് കേട്ടോ. ഇതിനോടൊപ്പം BJPക്ക് വലിയ പരിഗണനയാണ് UDF സർക്കാർ നൽകുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ലോക്ഭവനിൽ എത്തിയപ്പോൾ സംഘപരിവാർ മാധ്യമപ്രവർത്തകനെ വാരിപ്പുണരുന്ന മുഖ്യമന്ത്രിയെയും പിന്നീട് വന്ദേമാതരം മുഴുവനായി ആലപിച്ച ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്തതും നമ്മളൊക്കെ കണ്ടു അല്ലെ. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ മുഖ്യമന്ത്രി സന്ദർശിച്ച് സുഖിപ്പിക്കുന്ന കാഴ്ചയൊക്കെ എല്ലാവരും കണ്ടു. നിയമസഭയിൽ BJP അംഗങ്ങൾക്ക് ചട്ടവിരുദ്ധമായി പ്രത്യേക പരിഗണന നൽകുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ചരിത്രത്തിൽ ആദ്യമായാണ് കേരള നിയമസഭയിൽ വന്ദേമാതരം ആലപിക്കപ്പെടുന്നതും അതുപോലെ തന്നെ BJPക്ക് പ്രത്യേക ഓഫീസ് അനുവദിച്ചതും. അതിനിടെ MG സർവകലാശാല VC-ആയി സർക്കാർ പാനൽ നൽകാത്തതിനാൽ താൽക്കാലിക VC-ആയി സംഘപരിവാർ നിലപാടുള്ള ആളെ നിയമിക്കാൻ ഗവർണർക്ക് അവസരമൊരുക്കുകയും ഒക്കെ ചെയ്തത്. അതിനോടൊപ്പം തന്നെ ഇനി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ രത്തൻ കേൽക്കറിനെ സെക്രട്ടറി ആക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം ഇണ്ടാത്ത സതീശനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നിലപാടില്ലായ്മ നമ്മളിവിടെ കാണുകയാണ്. ന്യായീകരണ തൊഴിലാളിയായിട്ടുള്ള ഒരു സർക്കാരിനെ കാണുകയാണ്. ഒപ്പം എന്താ മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ നിരണം ഭദ്രാധിപൻ മാർ ഗീവർഗീസ് കൂറിലോസ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ഇത്ര നാളും LDF എന്തോ ബന്ധു നിയമനം നടത്തുകയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു കിടന്നത്. ഇപ്പൊ സണ്ണി ജോസഫ് ഇങ്ങനെ ഒരു ബന്ധു നിയമനം നടത്തിയിരിക്കുന്നു. ഇത് തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം കൃഷിമന്ത്രി സിദ്ദിഖിനൊപ്പം വാർത്താ സമ്മേളനത്തിനെത്തിയ കൃഷി വകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ ഇന്നലെ മാധ്യമപ്രവർത്തകർ ഉയർത്തിയ പ്രതിഷേധം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനെ അഭിനന്ദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദുൽകിഫിൽ എന്തായാലും രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഘട്ടത്തിൽ നേരത്തെ ഈ ശ്രീറാം വെങ്കിട്ടരാമനെ സംരക്ഷിക്കുന്നത് LDF ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ആർക്കൊപ്പമാണ് കാണുന്നത്? സിദ്ദിഖിനെ പോലുള്ള കോൺഗ്രസ് മന്ത്രിമാർക്കൊപ്പം ഒക്കെ കാണുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ കാണുന്നതല്ലേ. ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല കാണാൻ പോകുന്ന പൂരം. ഈ പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ.